ഖരം, ദ്രാവകം, അപകടകരമായ മാലിന്യ സംസ്കരണം. ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയ പ്രശ്നം. ആധുനിക സമൂഹത്തിൽ ഖരദ്രാവക അപകടകരമായ മാലിന്യങ്ങളുടെ വർധനവ് പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഒരു വലിയ വെല്ലുവിളിയാണ്. നഗരവൽക്കരണം, ജനസംഖ്യാ വർധനവ്, ഉപഭോഗ സംസ്കാരം എന്നിവ മാലിന്യത്തിന്റെ അളവ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ മാലിന്യ കൂമ്പാരങ്ങൾക്കും ദുർഗന്ധത്തിനും രോഗങ്ങൾക്കും കാരണമാകുന്നു. കൃത്യമായ സംസ്കരണം ഇല്ലാത്തതുകൊണ്ട് ഈ മാലിന്യങ്ങൾ ജലാശയങ്ങൾ, മണ്ണ്, വായു എന്നിവയെ മലിനമാക്കുന്നു. ഖരമാലിന്യം വലിച്ചെറിയുന്നത് പൊതു ഇടങ്ങളെ വൃത്തിഹീനമാക്കുമ്പോൾ മലിനജലം ജലസ്രോതസ്സുകളെ നശിപ്പിക്കുകയും ജലജന്യ രോഗങ്ങൾ പടർത്തുകയും ചെയ്യുന്നു. ഉപയോഗശൂന്യമായ ബാറ്ററികൾ, കീടനാശിനികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ അപകടകരമായ മാലിന്യങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമാണ്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാത്ത പല പ്രദേശങ്ങളുണ്ട്. തന്മൂലം ആളുകൾ ഇപ്പോഴും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുകയും ചെയ്യുന്നു. ഖരമാലിന്യം. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ പുനരുപയോഗം പലപ്പോഴും കാര്യക്ഷമമല്ല. ദ്രാവക മാലിന്യം. അശാസ്ത്രീയമായ സെപ്റ്റിക് ടാങ്കുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങളും അഭാവം എന്നിവ കാരണം മലിനജലം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് കലരാൻ സാധ്യതയുണ്ട്. അപകടകരമായ മാലിന്യം. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, പഴയ മരുന്നുകൾ, ബാറ്ററികൾ, മെഡിക്കൽ മാലിന്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ മിക്കയിടത്തും ലഭ്യമല്ല. ഈ സാധാരണ മാലിന്യത്തോടൊപ്പം കലർന്ന് പരിസ്ഥിതിക്ക് ദോഷകരമായി മാറുന്നു. അവബോധമില്ലായ്മ. മാലിന്യം ശരിയായ രീതിയിൽ വേർതിരിക്കേണ്ടതിൻ്റെയും സംസ്കരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മതിയായ അവബോധമില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനുമുള്ള ആധുനിക സംവിധാനങ്ങൾ മിക്ക പ്രദേശങ്ങളിൽ ലഭ്യമല്ല. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലെ എതിർപ്പുകളും ഇതിന് കാരണമാണ്. നിയമങ്ങളുടെ നടപ്പാക്കിയ വീഴ്ച. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും കത്തിക്കുന്നവർക്കെതിരെയും നിയമപരമായ നടപടികൾ കർശനമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ. മാലിന്യ സംസ്കരണത്തിനുള്ള ഉയർന്ന ചെലവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു വലിയ ഭാരമാണ്. പൊതുജനങ്ങളുടെ സഹകരണമില്ലായ്മ. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയാലും മാലിന്യം വേർതിരിച്ച് നൽകാനും ഫീസ് അടയ്ക്കാനും ആളുകൾ മടിക്കുന്നു. നിലവിലെ ബദൽ സംവിധാനങ്ങളുടെ പോരായ്മകൾ. നിലവിലെ ബദൽ സംവിധാനങ്ങളും. പൊതുമാലിന്യ സംഭരണികൾ. ഇവ നിറഞ്ഞു കവിയുന്നത് ദുർഗന്ധത്തിനും രോഗകരമായ ജീവികളുടെ വർധനവിനും കാരണമാകുന്നു. തുറന്ന സ്ഥലങ്ങളിൽ തള്ളുന്നത്. ഇത് മണ്ണിനെയും ജലത്തെയും മലിനമാക്കുകയും പരിസര സൗന്ദര്യം നശിപ്പിക്കുകയും ചെയ്യുന്നു. കത്തിക്കുന്നത്. പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഡയോക്സിൻ പോലുള്ള വിഷവാതകങ്ങൾ പുറത്തു വരുന്നു. ഇത് ശ്വാസകോശ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. സെപ്റ്റിക് ടാങ്കുകൾ. അശാസ്ത്രീയമായി നിർമ്മിച്ച ടാങ്കുകളിൽ നിന്നുള്ള മലിനജലം ഭൂഗർഭ ജലസ്രോതസ്സുകളെ മലിനമാക്കാൻ സാധ്യതയുണ്ട്. വെല്ലുവിളികൾ. പ്രാദേശിക എതിർപ്പുകൾ. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനെതിരെ സമീപവാസികളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. സാങ്കേതിക വിദ്യയുടെ അഭാവം. ഖരമാലിന്യം, പ്രത്യേകിച്ചും അപകടകരമായ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ അഭാവം ഒരു പ്രധാന വെല്ലുവിളിയാണ്. നിയമപരമായ വെല്ലുവിളികൾ. നിയമങ്ങൾ ഉണ്ടായിട്ടും അവ കർശനമായി നടപ്പാക്കാനുള്ള സംവിധാനങ്ങളുടെ കുറവ്. ധനകാര്യപരമായ പ്രശ്നങ്ങൾ. മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് ആവശ്യമായ വലിയ സാമ്പത്തിക സഹായം കണ്ടെത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. വിവിധതരം മാലിന്യങ്ങൾ. എല്ലാതരം മാലിന്യങ്ങൾക്കും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു ഏകീകൃത സംസ്കരണ സംവിധാനം രൂപപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും മെഡിക്കൽ മാലിന്യം, ഇലക്ട്രോണിക് മാലിന്യം എന്നിവ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ആവശ്യമാണ്. മാലിന്യ സംസ്കരണ പ്രശ്നത്തിന്